ഈ സെഷനിലേക്ക് സ്വാഗതം. എംബഡഡ് സിസ്റ്റങ്ങളോ ഇലക്ട്രോണിക് സർക്യൂട്ടുകളോ ഡിസ്പ്ലേകളോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആർക്കും 7 സെഗ്മെന്റ് ഡിസ്പ്ലേകൾ മനസ്സിലാക്കുന്നത് പ്രധാനമാണ്. ഈ LED ഡിസ്പ്ലേകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ഇവിടെ വിവരിക്കുന്നതിനാൽ വ്യക്തമായ ഡിജിറ്റൽ ഡിസ്പ്ലേകൾക്കും റീഡ് ഔട്ടുകൾക്കും നിങ്ങളുടെ സ്വന്തം പ്രൊജക്റ്റുകൾക്ക് അവ ശരിയായി ഉപയോഗിക്കാനാകും. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ: 7 സെഗ്മെന്റ് LED ഡിസ്പ്ലേയുടെ കോമൺ ആനോഡ്, കോമൺ കാഥോഡ് എന്നിവ പ്രവർത്തിപ്പിച്ച് കാണിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക. 7 സെഗ്മെന്റ് LED ഡിസ്പ്ലേ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടറാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED. അത് ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ ദൃശ്യപ്രകാശമോ അദൃശ്യമായ ഇൻഫ്രാറെഡ് പ്രകാശമോ ഉൽപ്പാദിപ്പിക്കുന്നു. റിമോട്ട് കൺട്രോൾ പോലുള്ള ഉപകരണങ്ങളിൽ നിന്നാണ് അദൃശ്യമായ പ്രകാശം പുറപ്പെടുവിക്കുന്നത്. ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് വോൾട്ടേജിന്റെ പ്രയോഗത്തിൽ ഓപ്റ്റിക്കൽ ഇലക്ട്രിക്കൽ ഊർജ്ജത്തെ പ്രകാശ ഊർജ്ജമാക്കി മാറ്റുന്നു. 7 സെഗ്മെന്റ് ഡിസ്പ്ലേസ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ഉപകരണങ്ങളായി വർത്തിക്കുന്നു. ഇമേജുകൾ, ടെക്സ്റ്റ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ എന്നിവയിലൂടെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഇത് നൽകുന്നു. ഇത് കൂടുതൽ സങ്കീർണമായ ഡോട്ട് മാട്രിക്സ് ഡിസ്പ്ലേകൾക്ക് ഒരു ബദൽ നൽകുന്നു. ഈ ഡിസ്പ്ലേകൾ ഡിജിറ്റൽ ക്ലോക്കുകൾ, പ്രാഥമിക കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് മീറ്ററുകൾ, സംഖ്യാ ഡാറ്റ അവതരിപ്പിക്കുന്ന മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED 7 സെഗ്മെന്റുകൾ അവയിൽ ഉൾപ്പെടുന്നു. നമ്പർ 8, ദശാംശ പോയിന്റ് LED എന്നിവ രൂപീകരിക്കാൻ ഇത് വിന്യസിച്ചിരിക്കുന്നു. 7 സെഗ്മെന്റ് ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്നത് പോലെ സ്ഥാപിച്ചിരിക്കുന്ന 7 ലൈറ്റിംഗ് സെഗ്മെന്റുകൾ ചേർന്നതാണ്. സെഗ്മെന്റുകൾ സാധാരണയായി ഗാലിയം ആർസനൈഡ് അല്ലെങ്കിൽ ഫോസ്ഫൈഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകൾ ഉപയോഗിക്കുന്നു. 7 സെഗ്മെന്റ് LED ഡിസ്പ്ലേ ഡിവൈസുകൾ എന്നും അറിയപ്പെടുന്ന അവ കുറഞ്ഞ വോൾട്ടേജിലും ശക്തിയിലും പ്രവർത്തിക്കുന്നു. തന്മൂലം അവയെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കാൻ അനുവദിക്കുന്നു. ഈ ഡിസ്പ്ലേ ഡിവൈസിലെ സെഗ്മെന്റുകൾ A, B, C, D, E, F, G എന്നിങ്ങനെ ലേബൽ ചെയ്തിരിക്കുന്നു. 0 മുതൽ 9 വരെയുള്ള സംഖ്യാ അക്കങ്ങൾ ഇരുണ്ട ഭാഗങ്ങൾ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഉചിതമായ സെഗ്മെന്റുകൾ പ്രകാശിപ്പിക്കുന്നതിലൂടെ പ്രതിനിധീകരിക്കാം. 7 സെഗ്മെന്റ് ഡിസ്പ്ലേസിന്റെ പ്രവർത്തനം. എല്ലാ സെഗ്മെന്റുകൾക്കും പവർ ലഭിക്കുമ്പോൾ 8 എന്ന സംഖ്യ ദൃശ്യമാകുന്നു. എന്നിരുന്നാലും G എന്ന സെഗ്മെന്റിലേക്ക് പവർ കട്ട് ചെയ്യുന്ന ഡിസ്പ്ലേയെ 0 എന്ന അക്കത്തിലേക്ക് മാറ്റുന്നു. ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ വിവിധ പിന്നുകളിലേക്ക് ഒരേ സമയം പവർ അല്ലെങ്കിൽ വോൾട്ടേജ് പ്രയോഗിക്കുന്ന 0 മുതൽ 9 വരെയുള്ള നമ്പറുകൾ പ്രദർശിപ്പിക്കുന്നതിന് കോമ്പിനേഷനുകൾ സൃഷ്ടിക്കാൻ അനുവദിക്കുന്നു. 7 സെഗ്മെന്റ് ഡിസ്പ്ലേകൾക്ക് X, Z തുടങ്ങിയ അക്ഷരങ്ങൾ രൂപപ്പെടുത്താൻ കഴിയാത്തതിനാൽ അവയുടെ ഉപയോഗം അക്ഷരപ്രതീകങ്ങളെക്കാൾ ദശാംശ സംഖ്യകൾ പ്രദർശിപ്പിക്കുന്നതിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും 7 സെഗ്മെന്റ് ഡിസ്പ്ലേകൾക്ക് A, B, C, D, E, F എന്നീ അക്ഷരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഓരോ ഡിസ്പ്ലേ യൂണിറ്റും സാധാരണയായി ഒരു ഡോട്ട് പോയിന്റ് ഫീച്ചർ ചെയ്യുന്നതിനാൽ ഈ പ്രതീകങ്ങളെ പ്രതിനിധീകരിക്കുന്നതിന് അവയെ അനുയോജ്യമാക്കുന്നു. ഈ ഡോട്ട് പോയിന്റ് ഡിസ്പ്ലേ പാറ്റേണിന്റെ ഇടത്തോട്ടോ വലത്തോട്ടോ സ്ഥാപിക്കാവുന്നതാണ്. ഹെക്സാഡെസിമൽ ഡിജിറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളും A മുതൽ F വരെയുള്ള അക്ഷരങ്ങളും പ്രദർശിപ്പിക്കുന്നതിന് അത്തരമൊരു പാറ്റേൺ ഉപയോഗപ്രദമാണ്. ഓരോ ദശാംശ അക്കത്തിനും ഒരു ട്രൂത്ത് ടേബിൾ സൃഷ്ടിക്കാൻ കഴിയും. അതിനെ അടിസ്ഥാനമാക്കി ഓരോ ദശാംശ അക്കത്തിനും ബുലിയൻ എക്സ്പ്രഷനുകൾ നിർണ്ണയിക്കാൻ കഴിയും. ഇത് ബന്ധപ്പെട്ട ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ഓണാണോ ഓഫാണോ എന്ന് സൂചിപ്പിക്കുന്നു. അതിനാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആവശ്യമുള്ള ഓരോ ദശാംശ അക്കത്തിനുമുള്ള B ബുലിയൻ എക്സ്പ്രഷനുകൾ ഓണാണ് അല്ലെങ്കിൽ ഓഫാണ്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നീ അക്കങ്ങൾക്കായി സജീവമാക്കിയ സെഗ്മെന്റുകളുടെ എണ്ണം യഥാക്രമം 6, 2, 5, 5, 4, 5, 6, 3, 7, 6 എന്നിവയാണ്. വിവിധതരം 7 സെഗ്മെന്റ് ഡിസ്പ്ലേകൾ. 2 തരം 7 സെഗ്മെന്റ് LED ഡിസ്പ്ലേ ഡിവൈസസ്: കോമൺ കാഥോഡ്, കോമൺ ആനോഡ്. ഒരു കോമൺ കാഥോഡ് 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളുടെ എല്ലാ കാഥോഡുകളും നെഗറ്റീവ് ടെർമിനലുകൾ ഒരു കോമൺ ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ കോമൺ ടെർമിനൽ ഗ്രൗണ്ടുമായി കണക്ട് ചെയ്തിരിക്കുന്നു. കണക്ഷനുകൾക്കായി പോസിറ്റീവ് ടെർമിനലുകൾ തുറന്നിരിക്കുന്നു. ഒരു അക്കമോ സംഖ്യയോ പ്രദർശിപ്പിക്കുന്നതിന് LEDകളുടെ ആനോഡുകളിൽ പോസിറ്റീവ് ടെർമിനലുകൾ തിരഞ്ഞെടുത്ത് പോസിറ്റീവ് വോൾട്ടേജ് പ്രയോഗിക്കുന്നു. ഇത് ആവശ്യമുള്ള സെഗ്മെന്റുകൾ പ്രകാശിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, പിൻ എയിൽ പോസിറ്റീവ് വോൾട്ടേജ് നൽകുമ്പോൾ LED A തിളങ്ങുകയും ബാക്കിയുള്ളവ ഓഫായിരിക്കുകയും ചെയ്യും. ഒരു കോമൺ ആനോഡ് 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ
ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളുടെ എല്ലാ ആനോഡുകളും പോസിറ്റീവ് ടെർമിനലുകൾ പരസ്പരം കണക്ട് ചെയ്ത് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഉറവിടവുമായി കണക്ട് ചെയ്തിരിക്കുന്നു. കണക്ഷനായി നെഗറ്റീവ് ടെർമിനലുകൾ തുറന്നിരിക്കുന്നു. ഒരക്കത്തെയോ സംഖ്യയോ പ്രതിനിധീകരിക്കുന്നതിന് നിർദ്ദിഷ്ട എല്ലികളുടെ കാഥോഡുകൾ നെഗറ്റീവ് ടെർമിനലുകൾ കുറഞ്ഞ വോൾട്ടേജിലേക്കോ ഗ്രൗണ്ടിലേക്കോ തിരഞ്ഞെടുത്ത് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് ആവശ്യമായ സെഗ്മെന്റുകളെ പ്രകാശിപ്പിക്കാൻ പ്രാപ്തമാകുന്നു. ഉദാഹരണത്തിന് LED എയുടെ കാഥോഡ് താഴ്ന്ന വോൾട്ടേജിലേക്കോ ഗ്രൗണ്ടിലേക്കോ കണക്ട് ചെയ്യുമ്പോൾ LED എ പ്രകാശിക്കും, മറ്റുള്ളവ ഓഫായിരിക്കുകയും ചെയ്യും. കോമൺ ആനോഡ് 7 സെഗ്മെന്റ് ഡിസ്പ്ലേകൾക്ക് കാഥോഡുകളേക്കാൾ മുൻഗണന നൽകപ്പെടുന്നതിന് കാരണം ലോജിക് സർക്യൂട്ടുകൾക്ക് അത് അയക്കുന്നതിനേക്കാൾ കൂടുതൽ കറന്റ് സ്വീകരിക്കുമ്പോൾ കൈകാര്യം ചെയ്യാനാകും. LEDകൾ വിപരീതമായി കണക്ട് ചെയ്യുന്നതിന് സമാനമാണിത്. കോമൺ ആനോഡ്, കാഥോഡ്, 7 സെഗ്മെന്റ് LED ഡിസ്പ്ലേ എന്നിവ ടെസ്റ്റ് ചെയ്യൽ. ആവശ്യമായ ടൂളുകളും മെറ്റീരിയലുകളും ഏവയെന്ന് നോക്കാം. ഈ പ്രൊസീജിയറിനായി നമുക്ക് പ്രോബുകളുള്ള ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആവശ്യമാണ്. നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയലുകൾ: 7 സെഗ്മെന്റ് LED കോമൺ ആനോഡ് ഒരെണ്ണം, 7 സെഗ്മെന്റ് LED കോമൺ കാഥോഡ് ഒരെണ്ണം. ഇനി നമുക്ക് പ്രൊസീജിയർ നോക്കാം. സ്റ്റെപ്പ് 1. ഡാറ്റാ ബുക്ക് ഉപയോഗിച്ച് ഡിസ്പ്ലേ തരം തിരിച്ചറിയുക. നൽകിയിരിക്കുന്ന 7 സെഗ്മെന്റ് LED ഡിസ്പ്ലേ കോമൺ ആനോഡ് ആണോ കോമൺ കാഥോഡ് ആണോ എന്ന് നിർണ്ണയിക്കാൻ ഡാറ്റാ ബുക്ക് പരിശോധിച്ച് ആരംഭിക്കുക. ഈ നിർണായക പടി തുടർന്നുള്ള ടെസ്റ്റിംഗ് പ്രൊസീജിയറുകളായി അനുയോജ്യത ഉറപ്പാക്കുന്നു. സ്റ്റെപ്പ് 2. പിൻ കോൺഫിഗറേഷൻ വിശകലനം. 7 സെഗ്മെന്റ് LED ഡിസ്പ്ലേയിൽ ആകെ 10 പിന്നുകളുണ്ടെന്ന് സ്ഥിരീകരിക്കുക. ഇവയിൽ 7 പിന്നുകൾ വ്യക്തിഗത സെഗ്മെന്റുകളുമായി പൊരുത്തപ്പെടുന്നു. 2 പിന്നുകൾ സാധാരണ പിന്നുകളായി നിയുക്തമാക്കിയിരിക്കുന്നു. 1 പിൻ ഡോട്ടിന് സമർപ്പിച്ചിരിക്കുന്നു. കൃത്യമായ പരിശോധനയ്ക്കായി ഈ പിന്നുകൾ വ്യക്തമായി തിരിച്ചറിയുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുക. സ്റ്റെപ്പ് 3. മൾട്ടിമീറ്റർ ഉപയോഗിച്ചുള്ള സെഗ്മെന്റ് പരിശോധന. 7 സെഗ്മെന്റുകളിൽ ഓരോന്നും പ്രത്യേകമായി പരിശോധിക്കുന്നതിന് ഡയോഡ് സ്ഥാനത്തേക്ക് ഒരു മൾട്ടിമീറ്റർ സെറ്റ് ഉപയോഗിക്കുക. മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിനെ ഒരു കോമൺ പിന്നുകളിലേക്കും നെഗറ്റീവ് ടെർമിനലിനെ മറ്റ് 7 സെഗ്മെന്റ് പിന്നുകളിലേക്കും ഒരു സമയത്ത് കണക്ട് ചെയ്തുകൊണ്ട് ആരംഭിക്കുക. സ്റ്റെപ്പ് 4. LED ഫോർവേഡ് ബയസ് ടെസ്റ്റിംഗ്. ഓരോ സെഗ്മെന്റും പരിശോധിക്കുമ്പോൾ ബന്ധപ്പെട്ട സെഗ്മെന്റിനുള്ളിലെ LEDയുടെ സ്വഭാവം നിരീക്ഷിക്കുക. LEDയെ പോസിറ്റീവായി ബയസ് ആക്കുന്ന തരത്തിൽ മൾട്ടിമീറ്റർ ടെസ്റ്റിംഗ് പ്രോബ് സ്ഥാപിച്ച് ഫോർവേഡ് ബയസിംഗ് പ്രയോഗിക്കുക. സെഗ്മെന്റിന്റെ പ്രകാശം ശ്രദ്ധിക്കുക. റിവേഴ്സ് ബയസിംഗും പ്രകാശിതമല്ലാത്ത LEDയും സൂചിപ്പിക്കുന്ന ഗ്ലോയുടെ അഭാവം പരിശോധിക്കാൻ പ്രോബിന്റെ സ്ഥാനം റിവേഴ്സ് ചെയ്യുക. സ്റ്റെപ്പ് 5. മറ്റ് ഡിസ്പ്ലേ ടൈപ്പിനായുള്ള പ്രൊസീജിയർ ആവർത്തിക്കുക. തിരിച്ചറിഞ്ഞ ഡിസ്പ്ലേ ടൈപ്പിനായുള്ള പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ കോമൺ ആനോഡ് അല്ലെങ്കിൽ കോമൺ കാഥോഡ്, സമഗ്രമായ പരിശോധനയും സ്ഥിരീകരണവും ഉറപ്പാക്കാൻ മറ്റു തരത്തിലുള്ള ഡിസ്പ്ലേകൾക്കുള്ള മുഴുവൻ പ്രൊസീജിയറും ആവർത്തിക്കുക. അവസാനമായി ഫലങ്ങൾ സംഗ്രഹിക്കുകയും പരിശോധനാ പ്രക്രിയയിൽ നടത്തിയ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി 7 സെഗ്മെന്റ് LED ഡിസ്പ്ലേയുടെ തരം കോമൺ ആനോഡ് അല്ലെങ്കിൽ കോമൺ കാഥോഡ് സ്ഥിരീകരിക്കുകയും ചെയ്യുക. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നാം പഠിച്ച കാര്യങ്ങൾ: 7 സെഗ്മെന്റ് LED ഡിസ്പ്ലേയുടെ കോമൺ ആനോഡ്, കോമൺ കാഥോഡ് എന്നിവ പരിശോധിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.